ജോൺ ബ്രിട്ടാസ് മിന്നൽ നീക്കം നടത്തി ഇന്നലെ രക്ഷിച്ചെടുത്ത ആ പെങ്കൊച്ചുണ്ടല്ലോ, SFIയുടെ ഏതാണ്ട് അഖിലേന്ത്യാ കൊണാണ്ടറാണ്. എനിക്കറിയില്ല SFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇന്ത്യയിലെ എല്ലായിടത്തും യൂണിറ്റ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. അഖിലേന്ത്യാ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണല്ലോ, കാണുമായിരിക്കും. ഏതായാലും SFIയുടെ ദേശീയ നേതാവായ ഐഷി ഘോഷ് ജോൺ ബ്രിട്ടാസ് ഇന്നലെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ഈ വീരനായിക ആരാണ് എന്ന് ഞാനൊന്ന് തിരക്കി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ 31 വയസ്സുണ്ട് ഐഷി ഘോഷ് ജനിച്ചത് 1995 ഒക്ടോബർ 22-നാണ്. അതായത് ഈ വർഷം ഒക്ടോബർ 22 ആകുമ്പോൾ 31 വയസ്സ് പൂർത്തിയായി. 32ലേക്ക് ഐഷി ഘോഷ് കാലെടുത്ത് വെക്കും. അപ്പോൾ ഐഷി ഘോഷ് 32-ാം വയസ്സിൽ പഠിക്കുകയാണ്. 32-ാം വയസ്സിൽ പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടുപുറത്തെ പെൺപിള്ളേരാണ് 32-ാം വയസ്സിൽ 2 പിള്ളേരുടെ തള്ളയാവുന്നത്. പക്ഷേ ഐഷി ഘോഷിനെ പോലുള്ള വിപ്ലവ നായികകൾ സമരത്തിൻ്റെ തീച്ചുളയിൽ ഉദിച്ചുയർന്ന ചന്താരകമൊക്കെ അങ്ങനെ കല്യാണം കഴിക്കാനും പ്രസവിക്കാനും വീട്ടമ്മയായിട്ട് കഴിയാനും വേണ്ടി ജനിച്ചവരല്ല. കാരണം ഐഷി ഘോഷ് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിച്ചത് തോറ്റുപോയി. അത് വേറെ കാര്യം. ബംഗാളിൽ പിന്നെ ഇപ്പോഴാണല്ലോ CPMകാർക്ക് വഴിയിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. കാരണം BJP അധികാരത്തിൽ വന്നപ്പോൾ CPMന് പതുക്കെ ജാഥ നടത്താനും ഇൻകുലാബ് വിളിക്കാനും SFIയുടെ റാലി നടത്താനും ഒക്കെ പറ്റുന്നുണ്ട്. അതിനു മുമ്പ് ഇറങ്ങിയ തൃണമൂലുകാരൻ മുട്ടുകാൽ തല്ലി ഒടിക്കുമായിരുന്നു. ഏതായാലും ഐഷി ഘോഷിന് ചിത്രം എപ്പോഴും കാണുന്നത് ഒരു കയ്യോ ഒരു കാലോ ഒടിഞ്ഞോ അല്ല തലയിലൊരു ബാൻഡേജും കെട്ടിയൊക്കെയായിരുന്നു. കാരണം ബംഗാളിൽ ചെന്നല്ല പോരിഞ്ഞ അടി കിട്ടുമായിരുന്നു. ബംഗാളുകാരിയാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിലെ ദുർഗാപൂരിൽ ജനിച്ച ആളാണ് ഈ മഹദിയുടെ പിതാവിൻ്റെ പേര് ദേബാശിഷ് ഘോഷ് എന്നാണ്. ദാമോദർ വാലി കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നു. 2021 ഐഷ ഘോഷ് ജമൂരിയയിലാണ് മത്സരിച്ച് തോറ്റുപോയി. കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. സ്വന്തം തട്ടി നല്ല വിലയാണ്, കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ദൗലത് റാം കോളേജിൽ പൊളിറ്റിക്കൽ സയൻസിൽ BA ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ JNUവിൽ പഠിത്തമാണ്. 2018 തുടങ്ങിയ പഠിത്തം ഇതുവരെ തീർന്നിട്ടില്ല. അതെന്തൊരു പഠിത്തം? അവരുടെ നമ്മളൊക്കെ പഠിക്കുന്ന കോഴ്സ് ഡിഗ്രിയാണ് 3 വർഷം, ഇപ്പോൾ NEP വന്നപ്പോൾ 4 വർഷം, അല്ലെങ്കിൽ PG 2 വർഷം, ഹോണേഴ്സ് ആണെങ്കിൽ NEPയുടെ ഭാഗമാണ് 1 വർഷം, MPhil 2 വർഷമൊക്കെയാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നീട് ഐഷി ഘോഷ് 2018 പഠിത്തം തുടങ്ങിയതാണ്. പഠിച്ചിട്ടും കോഴ്സ് തീരുന്നില്ല. അതെന്തൊരു കോഴ്സാണ്? എന്തും ആവട്ടെ, പക്ഷേ ആ കോഴ്സ് ഇങ്ങനെ നീണ്ടു പോകുന്നതിന് ചില ഗുണമുണ്ട് കേട്ടോ. അത് പറയാതെ പറ്റുകയില്ല. കാരണം JNUവിലൊക്കെ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ JNUവിൽ പോയി പഠിക്കുമായിരുന്നു. ഇപ്പോൾ ഇല്ല, കുറച്ച് നാൾ മുമ്പ് അവിടെ പോയ സുഖമാണ്. 40-45 വയസ്സൊക്കെ ആയ ആളുകൾ JNUവിലെ വിദ്യാർത്ഥി BA ഒക്കെ പഠിക്കുന്നു. വയസ്സെത്ര? 48. താടി വരെ നരച്ചു. JNU പഠിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? JNU പഠിച്ച മാസം 22 രൂപ മറ്റേ മതിയായിരുന്നു. 22 രൂപ കൊടുത്താൽ താമസം ഫ്രീ, ഭക്ഷണം ഫ്രീ. നോക്കൂ, 22 രൂപ. 1000 അത്രയും ഫീസ്. ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരും. ചിലപ്പോൾ 22, ഇനി 220 രൂപയാവട്ടെ. ഞാൻ അതിശയോക്തിപരമായിട്ട് പറഞ്ഞതല്ല, എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന മാർക്കുമായിട്ട് ചെന്നാൽ അഡ്മിഷൻ കിട്ടും. ഇപ്പോൾ അത് പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUവിലും അടക്കം അതത് സംസ്ഥാനങ്ങളിലെ പരീക്ഷയുടെ മാർക്ക് പോരാ, പ്രത്യേക ഒരു എൻട്രൻസ് എഴുതണം. ആ എൻട്രൻസ് എഴുതി കഴിഞ്ഞപ്പോൾ മലയാളിയല്ല ഔട്ട്. ഇപ്പോൾ JNUവിൽ മലയാളികളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞു. കാരണം എന്തറിയോ? അവിടുത്തെ ടെസ്റ്റ് എഴുതുമ്പോൾ മലയാളി ജയിക്കൂല. ഇവിടെ 80%, 85%, 98%, 116% ഒക്കെയാണ് മാർക്ക്. എഴുതാത്ത പരീക്ഷയ്ക്ക് വരെ മാർക്ക് കിട്ടും. SFIക്കാരനായാൽ മതി. സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ പോലും വേണ്ട. ഈ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ JNUവിൽ മലയാളികളുടെ എണ്ണം കുറയുന്നു. വേണമെങ്കിൽ ഇപ്പോൾ JNUവിൽ പഠിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റ് സർവകലാശാലകളിൽ പഠിക്കുന്നവർക്ക് ഒരു തീസിസ് എഴുതാം. എന്തുകൊണ്ട് JNUവിൽ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് കാലത്ത് മലയാളി കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല? ആലോചിക്കാവുന്നതാണ്. ഒരു വിഷയമല്ലേ? വിഷയം നല്ല വിഷയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഐഷു ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗുണമുണ്ട്. വിദ്യാർത്ഥിയായിട്ട് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്താൽ അത്രയും കാലം SFIയുടെ നേതാവായിട്ട് തുടരാം. DYFI ഇല്ലാണ്ട് 35-40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ DYFI നിൽക്കാൻ പറ്റില്ല. പിന്നെ മൂത്ത സഖാവാകും. അതുകൊണ്ട് CPMലേക്ക് മാത്രമായിട്ട് ചുരുങ്ങും. SFIക്ക് അതില്ല കേട്ടോ. SFIക്ക് പ്രായപരിധിയില്ല. 90 കഴിഞ്ഞ കളവനും വേണമെങ്കിൽ, പിണറായി വിജയന് വേണമെങ്കിൽ ഇപ്പോൾ 75 വയസ്സ് പറ്റില്ല, വേണമെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ചേർന്നിട്ട് ഇൻകുലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടക്കാം. SFI ആണ് വിദ്യാർത്ഥിയായാൽ മതി, പ്രായം പ്രശ്നമല്ല. അതുകൊണ്ട് ഐഷു ഡൽഹി നിൽക്കുകയാണ്.
എന്തിനാണ് ഐഷുവിനെ അന്വേഷിച്ച് ഇന്നലെ പോലീസ് വന്നത്? ഐഷു ബംഗാ ഭവൻ, നമ്മുടെ കേരള ഹൗസൊക്കെ ഇല്ല, അതുപോലെ ബംഗാ ഭവനിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടത്തി. 2021 ബംഗാ ഭവൻ മാർച്ച് നടത്തി. കുറച്ച് കല്ലേറും ബഹളമൊക്കെ ഉണ്ടായി. പോലീസ് കേസെടുത്തു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ആണെങ്കിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോടതിയിൽ പോകും, ഒരു വക്കീലിനെ ഏൽപ്പിക്കും, ജാമ്യം എടുക്കാനുള്ള നടപടി ചെയ്യും, ഫൈറ്റ് ചെയ്യും. പക്ഷെ SFIക്കാർ അങ്ങനെയല്ലോ. ബൂർഷ്വാ കോടതികളെ അംഗീകരിക്കത്തില്ല. കോടതികൾ ജനാധിപത്യത്തിനെതിരാണ്. അതുകൊണ്ട് ഞങ്ങൾ കോടതികളെ പുല്ലുവിലയാണ് കരുതുന്നത്, ജഡ്ജിമാരൊക്കെ ശുംഭന്മാരാണ് എന്നൊക്കെ കരുതുന്ന SFIക്കാരന് ഒരു സമൻസ് കിട്ടിയ പോടാവേ എന്ന് പറയും. അങ്ങനെ ഐഷു ഘോഷ് ഇങ്ങനെ കിട്ടിയ സമൻസ് എല്ലാം പോടാവേ എന്ന് പറഞ്ഞിരുന്നപ്പോൾ അവസാനം എന്ത് പറ്റിയെന്നറിയോ? അല്ലെങ്കിൽ ഐഷുവിന് പറയണമായിരുന്നു, ഞാൻ ജോൺ ബ്രിട്ടാസിൻ്റെ സ്വന്തം ആളാണ്, ജോൺ ബ്രിട്ടാസ് എൻ്റെ രക്ഷകനാണ്. ഐഷുവിൻ്റെ വീട്ടിൽ ഇന്നലെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ജോൺ ബ്രിട്ടാസിൻ്റെ വെച്ചിട്ട്, ജോൺ ബ്രിട്ടാസ് ഈ വീടിൻ്റെ നായകൻ. കാരണം രക്ഷകനല്ലേ, രക്ഷകൻ്റെ ചിത്രമാണല്ലോ. നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ കൊടുങ്ങല്ലൂരമ്മ ഈ വീടിൻ്റെ നാഥ, ഐശ്വര്യം നോക്കും, യേശു ഈ വീടിൻ്റെ നാഥൻ നോക്കും. അതുപോലെ എൻ്റെ രക്ഷകൻ ജോൺ ബ്രിട്ടാസ്. എന്തൊരു ഷോ ആയിരുന്നു ഇന്നലെ ജോൺ ബ്രിട്ടാസ് നടത്തിയത്. എന്നിട്ട് അതിലേക്ക് വരാം. അപ്പോൾ സമൻസ് കിട്ടി, പോകാതിരുന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? നോൺ ബൈലബിൾ വാറണ്ടായി. കേസ് 30-ാം തീയതി, ഈ ജൂലൈ 30 വെച്ചിട്ടുണ്ട്, നാളെ പരിഗണിക്കാനിരിക്കുകയാണ് എന്നൊക്കെയാണ് ബ്രിട്ടാസ് പറയുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നാളെയും ഐഷു കോടതി വന്നില്ലെങ്കിൽ പോലീസിനെ എടുത്തിട്ട് കോടതി കുടയും, ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ വാറണ്ട് പുറപ്പെടുവിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുപോകുന്നില്ല? പോലീസ് മറുപടി പറയണം. അതുകൊണ്ടാണ് ഈ സഖാത്തിയെ തപ്പി ഇന്നലെ പോലീസ് AKG ഭവനിൽ കയറി. AKG ഭവനിൽ കയറാമോ? AKG ഭവൻ എന്ന് വെച്ചാൽ വിദേശ രാജ്യത്തിൻ്റെ എംബസിയാണല്ലോ. കാരണം ഇവർ ചൈനയുടെ അംഗീകാരമുള്ള സാധനമാണല്ലോ. അപ്പോൾ ചൈനീസ് പാർട്ടിയുടെ അംഗീകാരമുള്ള CPMൻ്റെ ഓഫീസ് വിദേശ എംബസി പോലല്ലോ. അവിടെ മുൻകൂർ അനുവാദമില്ലാത്ത കയറാമോ? ഐ ആം ഡയറക്ട്ലി കമ്മിങ് ഫ്രം പാർലമെൻറ്റ് എന്നൊക്കെയാണ് ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറയുന്നത് കേട്ടത്. അത് ഡൽഹി പോലീസ് വലിയ മണ്ടത്തരം കാണിച്ചത്, 2-3 മണ്ടത്തരം കാണിച്ചു കേട്ടോ. ഒന്ന്, ഒരു വിദേശ എംബസി ആയതുകൊണ്ട് ചൈനീസ് സർക്കാരിൻ്റെ അനുവാദമില്ലാതെ അവിടെ കയറിയത് തെറ്റ്. പിന്നെ മൂന്നാമത്തെ വലിയ തെറ്റെന്ന് പറഞ്ഞാൽ 2 പേര് യൂണിഫോമിലും ഒരു ഉദ്യോഗസ്ഥ യൂണിഫോം ഇല്ലാതെയുമായിരുന്നു. അതായത് അവർ പറഞ്ഞത് ഞങ്ങൾ കോടതി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് ഇവിടെ കണ്ടത്, എന്നാൽ പിന്നെ ഇവിടെ കൂടെ പിടിച്ചുകൊണ്ടെങ്കിൽ പോയേക്കാം, മറ്റേതാ കോടതി ഹാജരാക്കാണല്ലോ. എവിടെ നിങ്ങളുടെ യൂണിഫോം? എൻ്റെ ബ്രിട്ടാസേ, അങ്ങ് മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്ന ആളല്ലേ. പോലീസിന് യൂണിഫോം ധരിക്കാതെയും ഡ്യൂട്ടി ചെയ്യാം. മഫ്തി എന്ന് പറയുന്നൊരു വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ പറയുന്ന ദില്ലിയിൽ പോലീസുകാർ ആക്രമിച്ചു വിദ്യാർത്ഥികളെ, പലർക്കും യൂണിഫോം ഇല്ലായിരുന്നു. ഈ സംഘർഷബാധിത മേഖലകളിൽ യൂണിഫോം ഇല്ലാതെയും പോലീസ് ഉണ്ടാവും. കാരണം അവരുടെ കൂട്ടത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും ഒക്കെയാണ്, വിവരം അറിയാനും അവരെ പ്രതിരോധിക്കാനും പോലീസിന് യൂണിഫോം ഇല്ലാതെ വരാം. നെയിം ബാഡ്ജ് കണ്ടില്ല. സംഘർഷ ഭൂമിയിൽ കേരളത്തിലെ പോലീസും നെയിം ബാഡ്ജ് അടിച്ചു വെക്കാറുണ്ട്. എന്താണെന്നറിയോ? കാരണം പേരും നമ്പറും നോക്കി വെച്ചിട്ട് പിന്നീട് ഇവരുടെ കുട്ടികളെയും വീട്ടുകാരെയും ആക്രമിക്കുന്ന രീതി ഉണ്ടായാലോ. ഭീകരന്മാരെ നേരിടുമ്പോൾ പേര് വെണ്ടയ്ക്കാക്ഷത്തിൽ ബോർഡും വെച്ചുകൊണ്ട് പോലീസുകാരൻ ചെന്നാൽ ഇവർ അഡ്രസ്സൊക്കെ തപ്പിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി ബോംബ് വയ്ക്കും. അത് നിയമപരമായ പരിരക്ഷയുണ്ട്. നെയിം ബാഡ്ജ് മാറ്റിയിട്ട് യൂണിഫോം ഇല്ലാതെ പ്രവർത്തിക്കാൻ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും പോലീസിന് അധികാരമുണ്ട്. ഇത് ബ്രിട്ടാസിന് അറിഞ്ഞുകൂടാത്തതാണോ അതോ പൊട്ടം കളിക്കുകയാണോ? എനിക്കറിയില്ല. ഇപ്പോൾ ബ്രിട്ടാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി പൊട്ടം കളിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെയാണെന്ന് അദ്ദേഹം പറയണം. RSSൻ്റെ ഒരു ഹിറ്റ് ലിസ്റ്റിൽ ഇന്ത്യയിലെ നമ്പർ 3 ആണ് ഞാൻ. RSS ഇങ്ങനെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുക. തട്ടണം, ആരെയൊക്കെ തട്ടണം? 1-ാമൻ X, 2-ാമൻ Y, 3-ാമൻ ഉറപ്പായിട്ട് ബ്രിട്ടാസിൻ്റെ പേര് വെക്കണം കേട്ടോ. ബ്രിട്ടാസിനെ തട്ടിയിട്ടേ ബാക്കി കാര്യം. 3-ാമത് തട്ടേണ്ടത് ബ്രിട്ടാസിനെയാണ്. ഉളുപ്പ് വേണ്ടേ? അല്പമെങ്കിലും ഉളുപ്പ്. ഇയാൾ ആരാണെന്നായി ജോൺ ബ്രിട്ടാസെ അങ്ങ് ധരിച്ചിരിക്കുന്നത്? അങ്ങ് കേരളത്തിൽ വൃത്തിയായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിയ ഒരാളാണ്, തർക്കമില്ല. പിണറായി വിജയൻ്റെ സ്വന്തം ആളാണ്, തർക്കമില്ല. പാർലമെൻറ്റിൽ വലിയ തെറ്റില്ലാതെ പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് സംഘപരിവാർ RSS കൊല്ലാനായിട്ടൊരു പട്ടിക ഉണ്ടാക്കിയിട്ട് അതിൽ 3-ാമനായിട്ട് അങ്ങയുടെ പേര് എഴുതി ചേർത്തിരിക്കുന്നു എന്നൊക്കെ പറയാൻ ഇച്ചിരി ശകലം 25 പൈസയ്ക്ക് വേണ്ടേ? അല്ല, അറിഞ്ഞുകൂടാഞ്ഞിട്ട് ചോദിക്കുക. ഇങ്ങനെയൊക്കെ പറയാം. ഈ സ്വയം പൊങ്ങി താൻ എന്തോ ആണെന്നുള്ളൊരു ഭാവം വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് താൻ പറയുന്നതെല്ലാം മഹത്വജനങ്ങളാണെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ട ബ്രിട്ടാസെ നിങ്ങൾ വീണതിൽ കഷ്ടമുണ്ട്. ശകലമൊക്കെ ആകാം ഉളുപ്പ്. ഏതായാലും RSSൻ്റെ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഉത്തരവാദപ്പെട്ടവർ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു അപേക്ഷയുണ്ട്. ആ രഹസ്യ ഹിറ്റ് ലിസ്റ്റ് എങ്ങനെ ചോർന്നു, ആരാണ് ചോർത്തി കൊടുത്തത് എന്ന് സമഗ്രമായ ഒരു അന്വേഷണം വേണം.
ഉറപ്പായിട്ടും വേണം. അല്ലെങ്കിൽ ബുട്ടാസിൻ്റെ പേര് എനിക്ക് ആലോചിക്കാൻ വയ്യ. ജോൺ ബുട്ടാസിനെ പോലെ ഒരാൾ ഇവിടെ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ ജനാധിപത്യം അങ്ങ് കടലെടുത്ത് പോകും. അതുകൊണ്ട് ജോൺ ബുട്ടാസ് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് RSSന് ഇന്ത്യയിൽ വളരാൻ പറ്റില്ല. അത്ര ഭീഷണിയാണ് സംഘപ്രവർത്തനങ്ങളെ RSSനെ പ്രതിരോധിക്കുന്നതിൽ ജോൺ ബുട്ടാസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വഹിക്കുന്ന പങ്ക് ഓർത്തിട്ട് നാഗ്പൂരിൽ മോഹൻ ഭാഗവത് ഇങ്ങനെ വറച്ചായിരിക്കും. രാവിലെ എണീക്കും, ജോൺ ബുട്ടാസ് വല്ലതും പറഞ്ഞോ, നമുക്കിതിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ദത്താത്രേയ ഒസവാള ജിയൊക്കെ വിളിക്കും. അതിൽ ജി രാവിലെ ബുട്ടാസ് ഇന്നത്തെ ചെയ്യുന്നത് നമ്മുടെ നാഗ്പൂർ ആക്രമിക്കാൻ വല്ല പരിപാടിയുണ്ടോ? ഇതൊക്കെ ആലോചിച്ചിട്ടാണ് മോഹൻജിയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അയ്യോ, എന്തൊരു ഭീഷണിയാണെന്നറിയോ. അവിടെ കമാൻഡോ ഒക്കെ പോലീസൊക്കെ ചെക്ക് പോസ്റ്റും ഔട്ട് പോസ്റ്റും ഒക്കെ ഉണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ ജോൺ ബുട്ടാസ് അങ്ങനെ ഈ വഴി പോവുകയാണെന്ന് ഒന്ന് അറിയിക്കണേ, ഇവിടെ ഒരു വലിയ പത്തായമുണ്ട്, അതിനകത്ത് കയറി എനിക്ക് ഒളിക്കാനാണെന്ന് മോഹൻ ഭാഗവത് പറയാറുണ്ട്. എന്തുവാടേ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കുമ്പോൾ ആളുകൾ കേട്ടാൽ മിനിമം ചിരിക്കത്തില്ല എന്നെങ്കിലും കരുതണ്ടേ. ഏതായാലും നമ്മുടെ ഐഷി ഘോഷ്, ഞാൻ ഐഷു എന്നാണ് പറഞ്ഞത്, ഐഷു, അതെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പറഞ്ഞു ഐഷു എന്ന്. ഐഷി ഘോഷ് എന്ന് പറയുന്ന വീരവനിതയെ കടുത്ത ബാഹുബലിയെ വെല്ലുന്ന പോരാട്ടം നടത്തി വിജയിപ്പിച്ച ജോൺ ബുട്ടാസിന് ഊഷ്മളമായ ലാൽ സലാം നേർന്നുകൊണ്ട് അങ്ങേ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ ഇനിയെങ്കിലും RSSന് കനിവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയോടെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പദാരവിന്ദങ്ങളിൽ ഞാൻ ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണേ.